ഈശോയിൽ സ്നേഹിതരായ സഹോദരങ്ങളെ, ഇന്ന് ഒരു പുതുചൂടൻ പ്രഭാതത്തിൽ കണ്ണുതുറക്കാനും ദൈവവചനത്തിന്റെ അമൂല്യ സന്ദേശം മനസ്സിലാക്കാനും ലഭിച്ച അനുഗ്രഹത്തിന് നമ്മളെല്ലാവരും ഹൃദയം നിറഞ്ഞ സ്തുതി അർപ്പിക്കാം. സാധാരണ ദിവസങ്ങളുടെ 25-ാം ആഴ്ചയിലെ തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തിരുസഭ നമ്മെ ജീവിതത്തിൽ വെളിച്ചമായി നിലകൊള്ളുന്ന ദിവ്യസത്യത്തിലേക്ക് വഴി നടത്തുകയാണ്. ഇന്നത്തെ വായനകളും സുവിശേഷവും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പ്രകാശം പരത്താനും അവിടുത്തെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറക്കുന്നതിനെ തിരിച്ചറിയാനുമാണ്. പലപ്പോഴും നമ്മൾ പ്രതികൂലതകളിൽ മുങ്ങി നിൽക്കുമ്പോഴും ദൈവം നമുക്ക് പുതിയ വഴികൾ തുറന്നുകൊടുക്കുന്ന അനുഭവം തന്നെയാണ് വചനത്തിലൂടെ ഇന്ന് 1-ാം വായനയായി നൽകിയിരിക്കുന്ന ഭാഗം എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. എസ്രാ 1-ാം അധ്യായം 1 മുതൽ 6 വരെയായുള്ള വചനങ്ങൾ. ഇവിടെ നാം കേൾക്കുന്നത് പേർഷ്യൻ രാജാവായ സൈറസിന്റെ ഹൃദയത്തെ ദൈവം പ്രചോദിപ്പിച്ച് ജെറുസലേമിൽ ദൈവത്തിന്റെ ഭവനം പുനർനിർമ്മിക്കാൻ ജനങ്ങളെ ക്ഷണിക്കുന്ന മഹത്തായ വിളിയെയാണ്. സ്വർഗത്തിലെ കർത്താവായ ദൈവം ഭൂമിയിലെ രാജ്യങ്ങൾ എനിക്ക് നൽകി, അവിടുത്തെ ഭവനം പണിയാനുള്ള ചുമതലയും ഏൽപ്പിച്ചു എന്ന രാജാവിന്റെ പ്രഖ്യാപനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യരുടെ വഴികളിൽ പോലും അത്ഭുതകരമായി പൂവണിയുന്നുവെന്ന സത്യമാണ്. വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവർക്ക് ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് ശക്തിയും വെളിച്ചവും നൽകും എന്ന് ഈ സന്ദേശം നമ്മെ ഉറപ്പിക്കുന്നു. ആ സമയത്ത് യൂദായിലെയും ബെന്യാമിനിലെയും ഗോത്രങ്ങളിൽ നിന്നുള്ള കുടുംബത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം മനസ്സിൽ പ്രചോദനമുണ്ടാക്കിയ എല്ലാവരും ജെറുസലേമിൽ കർത്താവിന്റെ ഭവനം പണിയാനുള്ള വലിയ ദൗത്യത്തിലേക്ക് എഴുന്നേറ്റു. അയൽക്കാരും കൈയടക്കമുള്ളവരുമായ ജനങ്ങൾ വെള്ളിയും സ്വർണവും വിവിധ സാധനങ്ങളും കന്നുകാലികളും മാത്രമല്ല, മനസ്സിന്റെ സന്തോഷത്തോടെ നൽകിയ അനവധി വിലയേറിയ സമ്മാനങ്ങളും വഴിപാടുകളും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു ചരിത്രസത്യമാണ് മറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ഇസ്രായേൽ ജനങ്ങൾ ബാബിലോണിൽ പ്രവാസജീവിതം നയിക്കുകയായിരുന്നു. സ്വന്തം നാട് നഷ്ടപ്പെട്ടും ദൈവാലയം തകർന്നും അടിമത്തത്തിന്റെ ജെറേമിയ പ്രവാചകനിലൂടെ ലഭിച്ച വാക്ക്, 70 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും, യാഥാർത്ഥ്യമാകാനുള്ള സമയമെത്തിയിരുന്നു. അപ്പോഴാണ് ദൈവം വിചിത്രമായൊരു വഴിയിലിടപെട്ടത്. സ്വന്തം ജനത്തിൽപ്പെട്ടവനല്ലാത്ത സൈറസ് രാജാവിന്റെ ഹൃദയത്തെ ദൈവം സ്പർശിക്കുകയും ജെറുസലേമിലെ ദൈവാലയം പുനർനിർമ്മിക്കാൻ അവനെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യർക്കുൾക്കാണാത്ത രീതികളിലും പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് എതിർമായ വഴികളിലും സഫലമാകുന്നുവെന്നതാണ്. ദൈവത്തിന്റെ പരമാധികാരം ഏതു വ്യക്തിയെയും ഏതു സാഹചര്യത്തെയും തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ ഉപകരണമാക്കാൻ കഴിയുമെന്ന് ഈ സംഭവത്തിലൂടെ തെളിയിക്കുന്നു. സൈറസ് രാജാവിന്റെ പ്രഖ്യാപനം ഇസ്രായേൽ ജനത്തിന് പ്രതീക്ഷയുടെ പ്രകാശമായിത്തീർന്നു. അവർ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പോലെ സ്വന്തം നാട്ടിലേക്കു മടങ്ങാനും അവിടെ ദൈവാലയം പുതുക്കിപ്പണിയാനും അനുമതി ലഭിച്ചതിനൊപ്പം യാത്രയ്ക്കും നിർമ്മാണത്തിനും വേണ്ട എല്ലാ സഹായങ്ങളും ലഭിക്കുമെന്ന് ഉറപ്പും ലഭിച്ചു. വെള്ളിയും സ്വർണവും സാധനങ്ങളും കന്നുകാലികളും മാത്രമല്ല, സ്വമേധയായുള്ള വഴിപാടുകളും നൽകണമെന്ന് രാജാവിന്റെ ഉത്തരവ് പ്രഖ്യാപിച്ചത് അവരുടെ യാത്രയെ ദൈവത്തിന്റെ കരുണ കൊണ്ടു ശക്തിപ്പെടുത്തിയതിനുള്ള തെളിവായിരുന്നു. ഈ സംഭവത്തിലൂടെ നമുക്ക് 3 പ്രധാന സന്ദേശങ്ങൾ ലഭിക്കുന്നു. ഒന്നാമതായി, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും ശൂന്യമാക്കില്ല. സമയം നീണ്ടുപോയാലും അവിടുത്തെ വചനങ്ങൾ നിറവേറ്റപ്പെടും. അതിനാൽ ഒരു വാതിൽ അടഞ്ഞുകിടക്കുമ്പോൾ നിരാശപ്പെടാതെ മറ്റൊരു വാതിൽ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കണം. മൂന്നാമതായി, ദൈവീക പദ്ധതികളിൽ ഓരോരുത്തരും സഹകരിക്കാൻ തയ്യാറാകണം. പ്രവാസികൾക്ക് തിരികെ പോകാൻ പ്രചോദനമേകിയതുപോലെ
നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയുകയും അതിനോട് സഹകരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യണം. ഒടുവിൽ, പ്രത്യാശയും പുനർനിർമ്മാണവും നിറഞ്ഞ ഈ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തകർച്ചയിൽ നിന്നുപോലും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവനാണ് എന്ന സത്യമാണ്. ഇന്നത്തെ സുവിശേഷ വായന നമ്മെ ഒരു തീർക്കുനോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ലൂക്ക 8:16 മുതൽ 18 വരെയുള്ള വചനങ്ങളിലൂടെ. യേശു പറഞ്ഞത് ലളിതമായൊരു ഉപമയായിരുന്നുവെങ്കിലും അതിനകത്ത് വലിയൊരു ജീവിത സത്യമാണ് മറഞ്ഞിരിക്കുന്നത്. വിളക്ക് കൊളുത്തിയാൽ അതൊരു പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ ഒളിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് വിളക്കുതണ്ടിൽ വെച്ച് അകത്തേക്ക് വരുന്നവർക്ക് വെളിച്ചം കാണാൻ സാധിക്കുമെന്നതാണ്. യേശുവിൻ്റെ ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നൽകിയ വിശ്വാസവും കൃപയും മറ്റുള്ളവരിൽ പങ്കുവെക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണെന്ന്. നാം ഓരോരുത്തരും ഒരു വിളക്കുപോലെ തന്നെയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലും തെളിഞ്ഞിരിക്കുന്നവ. എന്നാൽ ഈ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചുവെക്കുന്നത് ജീവിത ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. നമ്മുടെ വീട്ടിലോ ജോലിയിലോ സമൂഹത്തിലോ ഏത് സ്ഥലത്തായാലും നമ്മിലൂടെ പ്രകാശം പരക്കേണ്ടതാണ്. യേശുവിൻ്റെ സന്ദേശം വ്യക്തമാക്കുന്നതുപോലെ ദൈവസത്യങ്ങൾ ഒരിക്കലും മറഞ്ഞുകിടക്കുകയില്ല. അവ ഒരു ദിവസം വെളിവാകും. അതിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ സൂക്ഷ്മതയോടെ കേൾക്കുകയും പ്രയോഗിക്കുകയും വേണം. കാരണം ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, പക്ഷേ അലംഭാവമുള്ളവനിൽ നിന്ന് ലഭിച്ചതുപോലും നഷ്ടപ്പെടും. ഒരു ചെറിയ ചിത്രം മനസ്സിൽ വരുത്താം. നിങ്ങൾ പുതിയൊരു LED ബൾബ് വാങ്ങി. അത് വീട്ടിൽ തെളിച്ചാൽ മുഴുവൻ മുറിയും മനോഹരമായി പ്രകാശിക്കും. പക്ഷേ അതിന് മുകളിലൂടെ ഒരു വലിയ കലം മൂടിവെച്ചാൽ ആ വിളക്കിന്റെ സൗന്ദര്യവും പ്രയോജനവും ഒന്നും പുറത്തേക്കെത്തുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും ദൈവാനുഭവവും. അത് നമ്മുടേതായി ഒളിച്ചുവെച്ചാൽ അതിന് വിലയില്ല. അത് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും തെളിഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചമാകണം. ഇന്നത്തെ ലോകം പലവിധ ഇരുട്ടുകളിൽ മുങ്ങിക്കിടക്കുന്നു. ആശാഭംഗവും ഭയവും ഏകാന്തതയും നിറഞ്ഞ ജീവിതങ്ങൾ പലരും കഴിക്കുന്നു. അത്തരം സമയങ്ങളിൽ ഒരു സ്നേഹപൂർവമായ പുഞ്ചിരി, കരുതലോടെയുള്ള ഒരു വാക്ക്, സഹായിക്കാനുള്ള ഒരു കൈവിരൽ, ഇവയെല്ലാം മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമായി മാതാപിതാക്കൾ മക്കൾക്ക് പ്രത്യാശയായിരിക്കാം. ദമ്പതികൾ തമ്മിൽ കരുത്തായിരിക്കാം. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പരസ്പരം വെളിച്ചമായി നിലകൊള്ളാം. നമ്മുടെ ജീവിത സാക്ഷ്യം മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിക്കുന്ന ഒരു പ്രകാശസൂചനയായിരിക്കണം. കൂടാതെ യേശുവിൻ്റെ മുന്നറിയിപ്പായ മറഞ്ഞിരിക്കുന്നതു വെളിപ്പെടാതെ ഇരിക്കുകയില്ല, രഹസ്യമാക്കിയത് ഒരുനാൾ വെളിച്ചത്തിലേക്ക് വരും എന്ന വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ദൈവത്തിനു മുമ്പിൽ ഒരിക്കലും മറഞ്ഞുകിടക്കില്ല എന്നതാണ്. അത് ഭയപ്പെടുത്താനല്ല, മറിച്ച് സത്യസന്ധതയും നീതിയും നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മെ വിളിക്കുന്ന ദൈവിക സന്ദേശമായി കാണേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ മറഞ്ഞുകിടക്കുന്ന ദുർബലതകളെയും പാപങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട് മാനസാന്തരത്തിലൂടെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കടക്കാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇരുട്ടിൽ ഒളിഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരുനാൾ വെളിച്ചത്തിലേക്ക് വരുന്നതുപോലെ നമ്മുടെ കഴിവുകളും ദാനങ്ങളും ജീവിതത്തിൽ തെളിഞ്ഞു പ്രകാശിക്കണം. ദൈവം നമുക്കു നൽകിയിരിക്കുന്ന വരദാനങ്ങൾ ഉപയോഗിക്കാതെ ഒളിപ്പിച്ചുവെച്ചാൽ അത് നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലും പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ടുതന്നെ യേശുവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതെന്നു തോന്നുന്നതുപോലും എടുത്തു കളയപ്പെടും. ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനമാണ്
ആത്മീയ മനസ്സ് തുറന്ന് ശ്രദ്ധയോടെ വിശ്വാസത്തോടെ വചനം സ്വീകരിക്കുമ്പോൾ അത് ജീവിതത്തിൽ പുതുപരിവർത്തനവും സൃഷ്ടിക്കും. അതിനെ പ്രവൃത്തികളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൃപയും വിവേകവും ലഭിക്കും. പലപ്പോഴും നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്, വായനകൾ വായിക്കാറുണ്ട്. ആ നിമിഷം അത് മനോഹരമായി തോന്നുമെങ്കിലും പിന്നീട് അവയെ മറന്ന് പ്രാവർത്തികമാക്കാതിരിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മിൽ ഫലമില്ലാതെ പോകും. അതുപോലെ ഒരാൾക്ക് ലഭിച്ച ചെറിയൊരു സമ്പാദ്യം ബുദ്ധിപൂർവം നിക്ഷേപിച്ചാൽ അത് വർദ്ധിച്ചുവരും. പക്ഷേ അത് ഉപയോഗിക്കാതെ വെച്ചാൽ കാലക്രമത്തിൽ മൂല്യം കുറഞ്ഞുപോകും. അതുപോലെ തന്നെയാണ് ദൈവവചനം. ജീവിതത്തിൽ പ്രയോഗിക്കാത്ത പക്ഷം അതിന്റെ ശക്തി നമ്മിൽ നിന്ന് ഒഴുകിപ്പോകും. വിശ്വാസവും അതുപോലെയാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും കഴിവുകളും വചനങ്ങളും നാം എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിലാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന്റെ രഹസ്യം. ലഭിച്ചതിനെ ഉപയോഗിക്കാതെ സൂക്ഷിച്ചുവെച്ചാൽ ഒരുനാൾ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഓരോരുത്തരും സജീവമായി പങ്കാളികളാകണമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അമൂല്യമായ ഒരു ചരടുണ്ട്. അത് പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും ചരടാണ്. പ്രവാസത്തിൽ കണ്ണീരും വേദനയും അനുഭവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം സൈറസ് രാജാവിലൂടെ തിരികെ എത്താനുള്ള വാതിലുകൾ തുറന്നുകൊടുത്തു. അവർക്കു ദൈവാലയം അത് അവരുടെ ജീവിതത്തിൽ കണ്ണീരിനെ സന്തോഷമായി മാറ്റിയ ദൈവത്തിന്റെ അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നത്, നാം ഓരോരുത്തരും വെളിച്ചമായിരിക്കണം. ദൈവം നൽകിയ വിശ്വാസവും കൃപയും നല്ല പ്രവൃത്തികളും ഒളിപ്പിക്കാതെ മറ്റുള്ളവർക്ക് പ്രചോദനമാകണം. നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇരുട്ട് നീക്കി പ്രത്യാശയുടെ തെളിച്ചം പകരാൻ നാം വിളിക്കപ്പെട്ടവരാണ്. ഈ രണ്ട് വചനങ്ങളെയും ചേർത്തു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് ഇതാണ്: ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രം സംരക്ഷിക്കാനല്ല, മറിച്ച് അതിനെ മറ്റുള്ളവരുമായി പങ്കുവച്ച് ലോകത്തെ പ്രകാശിപ്പിക്കാനാണ്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മിൽ മാത്രം അടച്ചുവെച്ചാൽ അത് അപൂർണമാണ്. അവയെ മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴാണ് അവയുടെ യഥാർത്ഥ മഹത്വം തെളിയുന്നത്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ കലഹവും അസ്വസ്ഥതയുമുണ്ടാകാം. ജോലിസ്ഥലത്ത് സമ്മർദ്ദങ്ങളും മത്സരങ്ങളും നിറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ വ്യക്തിപരമായ വെല്ലുവിളികളാൽ നമ്മൾ വിഷമത്തിലായിരിക്കാം. അത്തരം സമയങ്ങളിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ തെളിച്ച വെളിച്ചം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നിർണായകം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നാൽ നമ്മൾ കുറ്റപ്പെടുത്തലുകളിലും വഴക്കുകളിലും കുടുങ്ങുമോ? അതോ ക്ഷമയും സ്നേഹവും നിറഞ്ഞ പ്രകാശം അവിടെ വിതറുമോ? ജോലിസ്ഥലത്ത് സഹപ്രവർത്തകൻ ബുദ്ധിമുട്ടുന്നപ്പോൾ നമ്മൾ കൈത്താങ്ങാവുമോ? ഇല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഈ ആഴ്ച ഒരു ചെറിയ തീരുമാനമെടുക്കാം. ദൈവം നൽകിയ ഒരു അനുഗ്രഹം തിരഞ്ഞെടുക്കുക. അതൊരു കഴിവായിരിക്കാം, ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ബന്ധമായിരിക്കാം. പിന്നെ ചിന്തിക്കുക, അത് മറ്റൊരാളുടെ ജീവിതത്തിന് എങ്ങനെ പ്രയോജനപ്പെടാം. ഒരിക്കൽ അയൽക്കാരന് ചെറുതായി സഹായം നൽകാമോ? വിഷമിക്കുന്ന സുഹൃത്തിന് കരുതലോടെയുള്ളൊരു വാക്ക് പറയാമോ? അനിമൻ വീട്ടിൽ സ്വന്തം കുട്ടികളോട് കൂടുതൽ സ്നേഹത്തോടെയും ക്ഷമയോടെയും പെരുമാറാമോ? ഇത്തരം ചെറുതായി തോന്നുന്ന പ്രവൃത്തികളാണ് നമ്മിൽ തെളിയുന്ന ദൈവവെളിച്ചം ലോകത്തേക്കു പകരുന്നതും നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് ദൃശ്യമാക്കുന്നതും. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിറയ്ക്കുമ്പോൾ അത് നമ്മിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശിക്കണം എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
വെളിച്ചം മൂടിവെക്കാതെ അത് തെളിയാൻ അവസരം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ സ്വർഗീയ പിതാവിന് മഹത്വം ലഭിക്കും. ഇനി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. സകല ശക്തിയും കരുണയും നിറഞ്ഞ ദൈവമേ, ഇന്നത്തെ ഈ ദിനത്തിനും നിന്റെ തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമ്മുടെ ജീവിതം വെളിച്ചമാകേണ്ടതിൻ്റെ മഹത്തായ സത്യത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. കർത്താവേ, പ്രവാചകൻ എസ്രാവിനെ വഴി കണ്ടു ഇസ്രായേൽ ജനത്തിന് പ്രത്യാശയുടെ പ്രകാശം നൽകി അവരെ ഉയർത്തി. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിളക്കിനെ മറച്ചുവയ്ക്കാതെ അതിൻ്റെ പ്രകാശം ലോകത്തേക്ക് പകരാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നിന്റെ രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൽ ഓരോരുത്തരും സജീവ പങ്കാളികളാകാൻ അനുഗ്രഹവും ധൈര്യവും നൽകി. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നിന്നുടെ മഹത്വം പ്രതിഫലിപ്പിക്കാനാകട്ടെ. ഇനി ഇവിടെ നിന്റെ വചനം ശ്രവിക്കുന്ന സഹോദരങ്ങളെയും സഹോദരിമാരെയും നീ പ്രത്യേകിച്ചനുഗ്രഹിക്കണമേ. അവരുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് തുറന്ന വാതിലുകൾ ലഭിക്കട്ടെ. രോഗബാധിതർക്കു സൗഖ്യവും മനസ്സിലെ വിഷമമനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ലഭിക്കട്ടെ. കർത്താവേ, നീ അരുളിച്ചെയ്തതുപോലെ ഉള്ളവർക്കു